കേരള സർവകലാശാലയിലെ MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അടിയന്തര യോഗം വിളിക്കുന്നു വൈസ് ചാൻസലർ. വീണ്ടും പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അയച്ച ഇമെയിലിൽ കാരണം വിശദീകരിക്കാതെ യൂണിവേഴ്സിറ്റി അധികൃതർ. സ്പെഷ്യൽ എക്സാമിനർ എന്നാണ് ഇമെയിലിൽ, എക്സാമിനേഷൻ എന്നാണ് ഇമെയിലിൽ യൂണിവേഴ്സിറ്റി വിശദീകരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, ഉത്തരക്കടലാസ് കൈമോശം വന്നതും പോരാഞ്ഞ് അത് കവറപ്പ് ചെയ്യാൻ നടത്തിയ നീക്കങ്ങൾ ആ സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ വലുതാക്കുന്നുണ്ട്. എന്താകും നടപടി ഉണ്ടാവുക? വിദ്യാർത്ഥി സംഘടനയുടെ പ്രതികരണം എന്താണ് ഉമേഷ്? ഹഷ്മി, നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മൾ ഈ VC അടിയന്തര യോഗം വിളിച്ച സാഹചര്യത്തിൽ ചില കുട്ടികളെ കൂടി VC കേൾക്കേണ്ടതുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കാരണം 4 സെമസ്റ്ററാണ് MBA ക്ലാസ്സുകൾ. ഈ 4 സെമസ്റ്റർ, അതായത് 3ാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് 4ാം സെമസ്റ്ററും പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾ പലരും ജോലിക്ക് കയറി കഴിഞ്ഞു. എന്നിട്ടാണ് അവർക്ക് റിസൾട്ട് ഇതുവരെ പ്രസിദ്ധീകരിക്കാതെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിച്ചു എന്ന് കേൾക്കേണ്ടതുണ്ട്. നമസ്കാരം, നിങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ്, നിങ്ങൾ പഠനമെല്ലാം പൂർത്തിയാക്കി ഈ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിച്ച് ജോലിക്കും കയറി കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് മെയിൽ കിട്ടിയപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ? ആക്ച്വലി നമ്മൾ കുറച്ച് നാളായിട്ട് യൂണിവേഴ്സിറ്റിയുടെ പുറകിലായിരുന്നു. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ റിസൾട്ടിൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം 1 ഇയർ ആവാറായി, 10 മാസം 8-10 മാസം ആവാറായി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ്. അപ്പോൾ അവരുടെ വാല്യൂഷൻ നടക്കുകയാണ്. ഉടനെ റിസൾട്ട് അപ്പോൾ ഒരു 2-3 ഡേയ്സ് ബാക്ക് ഇതുപോലെ ഒരു അൺഒഫീഷ്യലായിട്ട് ഒരു റൂമർ കേട്ടായിരുന്നു, പേപ്പർ മിസ്സായി എന്നുള്ളത്. പക്ഷേ നമ്മളത് കാര്യമാക്കില്ല. അൺഒഫീഷ്യൽ സോഴ്സ് നല്ല വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമാക്കില്ല. കുറച്ച് ഗ്രൂപ്പിലൊക്കെ വോയിസ് ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെയാണ് മോർണിംഗ് ആയപ്പം പ്രൊജക്ട് ഫിനാൻസ് പേപ്പർ എഴുതിയ സ്റ്റുഡൻസിന് ബൾക്കായിട്ടൊരു മെയിൽ വരുന്നു, യു ഹാവ് എ സ്പെഷ്യൽ എക്സാം, 7th കോളേജ് വെച്ചാണ് എക്സാം നടക്കുന്നത്, വന്ന് അറ്റൻഡ് ചെയ്യുക. അതിൽ എന്ത് റീസൺ, എന്താണ് കാര്യം, ഒന്നുമില്ല. ഒരു സ്പെഷ്യൽ എക്സാം എന്നുള്ളൊരു ചെറിയ നോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി പോയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണ് പറഞ്ഞാൽ പേപ്പർ കളഞ്ഞു പോയി എന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു. കളഞ്ഞുപോയി, എക്സാം ഫീസ് വാങ്ങിക്കുന്നില്ലല്ലോ, പിന്നെ എക്സാം എഴുതി എന്താണ് കുഴപ്പമെന്ന മട്ടിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് നമ്മുടെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് 2 വർഷം പഠിക്കേണ്ട എക്സാം 2 വർഷം പഠിക്കേണ്ട MBA കോഴ്സ് നമ്മൾ ആക്ച്വലി 2.5 വർഷം 3 വർഷം കൊണ്ടാണ് പഠിച്ചു തീർത്തത്. ഓൾറെഡി എക്സാംസ് ഡിലേ ആയിരുന്നു. ഫസ്റ്റ് ഇയർ മൊത്തം എക്സാം ഇല്ലായിരുന്നു. സെക്കൻഡ് ഇയറിലാണ് ഫസ്റ്റ് ടൈം എക്സാം തുടങ്ങുന്നത്. S4 എക്സാം നടക്കുന്ന ടൈമിലാണ് S3 എക്സാം നടക്കുന്നത്. എക്സാം എല്ലാം കഴിഞ്ഞു, വാല്യുവേഷൻ കഴിഞ്ഞു, റിസൾട്ട് വരാൻ ഒരു എക്സാം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അടുത്ത റിസൾട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പ്ലേസ്മെൻറ്റ്സിനെയും ഇന്ത്യ ജോലിക്ക് കയറി കഴിഞ്ഞു അല്ലേ? അതെ, കുറച്ച് നമ്മൾ ഭൂരിഭാഗം സ്റ്റുഡൻസ് MBA ആണ്, പ്രൊഫഷണൽ കോഴ്സാണ്. സോ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ജോലിക്ക് കയറിയിരിക്കുകയാണ്. ജോലിക്ക് കയറിയിരിക്കുന്ന പക്ഷേ നമ്മൾ ഇപ്പം അവർ ടൈം തന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് വരാനുള്ള ടൈം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു എക്സാമിൻ്റെ കാര്യം 1.5 വർഷം മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. അത് വീണ്ടും ഒന്നും കൂടെ പോയിരുന്ന് പരീക്ഷ എഴുതണം. അതും ഇത്രയും ഷോർട്ട് നോട്ടീസിൽ 1.5 വർഷം 6 മാസം കൊണ്ട് പഠിച്ചത് ഷോർട്ട് നോട്ടീസ് 6 ദിവസം കൊണ്ട് എഴുതണമെന്നും പറഞ്ഞാൽ, അത് മാത്രമല്ല നമ്മൾ 2-3 സ്റ്റുഡൻസ് പുറം വിദേശത്ത് നിൽക്കുകയാണ്. അവർക്ക് വരാൻ ഒരു നിർവാഹവും ഇല്ല. അതാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. പ്രോജക്റ്റ് ഫിനാൻസ് പേപ്പർ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ട് 1 വർഷം ആകുകയാണ്. നിങ്ങൾ വളരെ നന്നായി പരീക്ഷ എഴുതുമായിരിക്കും അല്ലേ? നന്നായി പഠിച്ച് പരീക്ഷ എഴുതുകയാണ്. തീർച്ചയായിട്ടും. കാര്യം പ്രോജക്റ്റ് ഫിനാൻസ് ഒരു തിയറി പേപ്പറാണ്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഫിനാൻസിൻ്റെ വേറെ 2 പേപ്പറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ച് വരുമ്പോൾ ക്ലാസ്സിൽ പഠിച്ച് വരുന്നത് ഇപ്പോൾ പെട്ടെന്ന് എഴുതാൻ രണ്ടാണ്. ക്ലാസ്സിൽ പഠിച്ച് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ള തന്നെ നമ്മുടെ വേറെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ച് പോകുമ്പോൾ ഇത് എഴുതാൻ നമുക്ക് എളുപ്പമാണ്. തിയറി പേപ്പർ ആണെങ്കിൽ തന്നെ ഇത് ഫുൾ പ്യുവർ തിയറി പേപ്പറാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച് പോകുമ്പോൾ ഇത് ക്ലാസ്സിൽ കൂടെ പഠിച്ച് പോകാൻ ഇത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അത് ഇനി നമ്മളിപ്പോൾ 1 വർഷം, അതായത് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി പഠിച്ച് നിങ്ങൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞു എല്ലാവരും. ഒരു ഭൂരിഭാഗം പേരും വിദേശത്തടക്കം പോയവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. തീർച്ചയായിട്ടും. ഇവിടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ കാരണം ജോലി കിട്ടാത്തവർ നിവൃത്തിയില്ലാതെ ഇപ്പോൾ വിദേശത്ത് പോയതാണ്. അപ്പോൾ അവരങ്ങനെ അവിടെ നിന്നൊരു ജോലി സെറ്റ് ചെയ്ത് അങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടെ തിരിച്ചു വരാൻ അത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ്. വിസയ്ക്കൊക്കെ ഇഷ്യൂസ് വരാനുള്ളത്. നിങ്ങളിപ്പോൾ പലരും കേരളത്തിലെല്ലാം ജോലിക്ക് ചെയ്യുന്നവരുടെ എല്ലാം പരസ്പരം കോൺടാക്ട് ചെയ്തിരുന്നു. അവരെല്ലാം എന്താണ് പറയുന്നത്? എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് കൺഫ്യൂഷൻ എന്ന കാര്യമാണ്. കാര്യം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നമ്മൾ ഇത്രയും നാൾ കേട്ട റൂമർ ശരിയാണ്, അതും ഒരു അൺഒഫീഷ്യൽ മെയിൽ, അതായത് ചുമ്മാ ടൈപ്പ് ചെയ്ത് ആരും സൈനോ ഒന്നും കാര്യങ്ങളില്ല, ചുമ്മാ ഒരു സെക്ഷനിൽ ഒരു മെയിൽ വരെയാണ് ഇത്രാം തീയതി എക്സാം ഉണ്ട്, 7ാം തീയതി എക്സാം ഉണ്ട്, വന്ന് എഴുതുക. സ്പെഷ്യൽ എക്സാം എന്നാണ് മെൻഷൻ ചെയ്തത്. സ്പെഷ്യൽ എക്സാം എന്നാണ്. അപ്പോഴേ നമുക്ക് ഈ റൂമർ കേട്ടാൽ നമുക്ക് അപ്പോഴേ മനസ്സിലായത് ഉള്ള കാര്യമാണ്, ഇത്രയും നാളെ മറച്ചു വെച്ചേക്കായിരുന്നുള്ള കാര്യം. ഇനി പരീക്ഷ എഴുതാൻ വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. സ്വാഭാവികമായി പരീക്ഷ എഴുതി റിസൾട്ട് വരാൻ വീണ്ടും കാലതാമസം എടുക്കും. നിങ്ങളുടെ ജോലി അടക്കം ഇത് ബാധിക്കാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും. അതവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് എക്സാം എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു എക്സാം നമ്മൾ എഴുതാമെന്ന് അനുവദിച്ചു കൊടുത്താൽ ഈ S4 പേപ്പർ കാണാതാവും എന്ന് പറയുന്നത് നമുക്ക് അറിയാം. S4 പേപ്പർ ഇനി കാണാതാവുമല്ലോ. അത് യൂണിവേഴ്സിറ്റി റെസ്പോൺസിബിലിറ്റി ഒഴിയുകയാണ് ഈ എക്സാം വീണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി S4 പേപ്പർ ഇനി കാണാതില്ല, നാളെ മെയിൽ വന്നാൽ മറ്റന്നാൾ വീണ്ടും പോയി എക്സാം എഴുതാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. നമ്മൾ ജൂനിയേഴ്സിറ്റി ഉണ്ടല്ലോ എക്സാം എഴുതാൻ. നേരത്തെ പറഞ്ഞു വന്നതുപോലെ നിങ്ങൾ 2 വർഷത്തെ കോഴ്സാണ്, 4 സെമസ്റ്ററാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 3 വർഷത്തോളം, അതായത് ആദ്യഘട്ടത്തിൽ ഈ ഒരു പരീക്ഷാ പേപ്പർ മാറ്റി വെച്ചാൽ തന്നെ പരീക്ഷ നടത്തിയതും കൂടുതലും ലാഗ് ചെയ്തായിരുന്നു അല്ലേ?
ആക്ച്വലി അതാണ് പറയുന്നത് 2024 ബാച്ചാണ് നമ്മളത്. നമ്മൾ 22-ൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങിയാണ്. ഒരു വർഷം കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ഇയർ തുടങ്ങി ഓണം ടൈമിലാണ് നമ്മൾ ഫസ്റ്റ് സെം എക്സാം നടക്കുന്നത്. ആക്ച്വലി S3 എക്സാം നടക്കുന്ന ടൈമായിരുന്നു. ഒരു വർഷം ഒരു എക്സാമും ഇല്ലാതെയാണ് ഫസ്റ്റ് സെം എക്സാം നടക്കുന്നത്. അതിനുശേഷം ഫ്രീക്വൻ്റ് ആയിട്ട് 2-3 മാസം ഗ്യാപ്പ് ഇട്ട് S2 S3 S4 ഒക്കെ നടന്നു പോവുകയാണ്. ഇത് കാരണം നമ്മുടെ സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇതുണ്ട്. MBAക്ക് ഒരു സബ്ജക്റ്റാണത്. നമ്മുടെ സമ്മർ ടൈമിൽ ഇൻറ്റേൺഷിപ്പിന് 2 മാസം 1 മന്ത് ഏതെങ്കിലും കമ്പനി പോകണം. അത് നമ്മൾ ഇൻറ്റേൺഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ S2 എക്സാം കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പിന് വിടാൻ പറ്റുള്ളൂ. ആ S2 എക്സാം ലാഗാണ് ഇൻറ്റേൺഷിപ്പ് ലാഗായിട്ടുണ്ടായിരുന്നു. പലർക്കും 2 മാസം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ അടിയന്തര യോഗം VC വിളിച്ചിട്ടുണ്ട്. VCയോട് നിങ്ങൾക്ക് നേരിട്ട് പോയി അപേക്ഷ നൽകാനോ ഒന്നിനും കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ. VCയുടെ മുന്നിൽ നിങ്ങൾക്ക് എന്താണ് ആശങ്കകൾ 24-ലൂടെ പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം ഒരു എക്സാം അതും ഇത്രയും ഒരു ഫുൾ സബ്ജക്റ്റ് ഇത്രയും ഗ്യാപ്പ് വിട്ടതിന് ശേഷം വീണ്ടും പോയി എഴുതുന്നത് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കേസ് പുറത്തുനിന്ന് MBA പഠിക്കുന്നവർ ഒരുപാട് പല ഡിസ്ട്രിക്റ്റിൽ നിന്നും പഠിക്കുന്നവരുണ്ട്, പലയിടത്തും ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ തിരിച്ച് വന്ന് ഇത്രയും ഷോർട്ട് നോട്ടീസിൽ പഠിച്ച് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തത് പിള്ളേരുടെ ആവറേജ് മാർക്ക് എടുത്ത് വെച്ച് ഇത് ആവറേജ് മാർക്ക് പബ്ലിഷ് ചെയ്ത് അതിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ പലരും ജോലിക്ക് കയറിയവരാണ്. നിങ്ങളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വൈകുന്നതുകൊണ്ട് ഒരുപക്ഷെ ഈ നിങ്ങളെ ജോലിക്ക് നിയോഗിച്ചവർ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാവും, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാകില്ല എന്നെല്ലാം. ഒരുപക്ഷെ നിങ്ങളുടെ തെറ്റല്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആവശ്യപ്പെടുന്നെങ്കിൽ യൂണിവേഴ്സിറ്റി ഈ ജോലി നൽകുന്ന കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും വിശദീകരണം നൽകണമോ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം വെക്കാൻ? അങ്ങനെ വേണ്ടി വന്നാൽ കാരണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റി നമ്മളെ ഫുള്ളി ലേബിളാണ് നമ്മുടെ കാര്യങ്ങളിൽ. കൈയൊടിയുന്നതല്ലല്ലോ കാര്യം. നമ്മൾ പ്രഷറുണ്ട്, ഒരുപാട് പ്രഷറുണ്ട്. വ്യക്തമാണ്. എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കണം ഹഷ്മി. അതായത് പലരും, കാരണം MBA ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, ആ പ്രൊഫഷണൽ ഡിഗ്രിക്ക് പഠിക്കാനെത്തി അവരുടെ കോഴ്സ് തീർന്നുമ്പോൾ തന്നെ 3 വർഷമായി. ഇപ്പോൾ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ്, അതായത് 4-ാം വർഷം കഴിയുമ്പോഴാണ് ഇവർക്ക് വീണ്ടും ഒരു പരീക്ഷ എഴുതാൻ പറയുന്നത്. എന്നാൽ നമ്മൾ ഈ അധ്യാപകനുമായിട്ട്, അതായത് ചോദ്യപേപ്പർ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട അധ്യാപകനുമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജനുവരി 15-ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഈ ചോദ്യപേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ടെത്തി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വരുന്നത്. അദ്ദേഹം ഒരു 15 കിലോമീറ്ററോളം പാലക്കാട് നിന്ന് ആലത്തൂർ വരെ എത്തുന്ന സമയത്താണ്, ആലത്തൂർ എത്തിയ ശേഷമാണ് തന്റെ ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട കാര്യം ആലത്തൂർ കഴിഞ്ഞപ്പോഴാണ് ഉത്തരക്കടലാസ് നഷ്ടമായെന്ന് പറയുന്നതാണ് ഗസ്റ്റ് അധ്യാപകൻ 24-നോട് പറഞ്ഞത്. ഹൈവേ ആയതിനാൽ പേപ്പർ പോയത് അറിഞ്ഞില്ല. സഞ്ചരിച്ച വഴികളിലൂടെ ഒന്നിലധികം തവണ തിരച്ചിൽ നടത്തിയെന്നും അധ്യാപകനും പറഞ്ഞു. 13-ാം തീയതി രാത്രിയാണ് പേപ്പറിൻ്റെ 71 പേപ്പറുമായിട്ട് അതിൻ്റെ കാരണം ഞാനത് ഫസ്റ്റ് ടൈമാണ് വാല്യൂ ചെയ്യുന്നത്. ആലത്തൂരൊക്കെ ആയപ്പോഴാണ് ഞാൻ കുഴൽമന്നോ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്നത്തെ ദിവസം എല്ലാം അവിടെ പോയി എല്ലാം നോക്കി, പക്ഷെ കിട്ടിയില്ല. പക്ഷെ അതൊക്കെ ഒരു കുട്ടികളുടെ ഭാവിയാണ്, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ കളഞ്ഞു പോയി. അത്രയാണ്. കുട്ടികളുടെ അടുത്ത് ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി, പക്ഷേ എന്നാലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് അവർക്ക് വേണമെങ്കിൽ ഒരു ഇൻറ്റേർണലിൻ്റെ ആവറേജ് അങ്ങനെയൊക്കെ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അവരിതൊന്നും ചെയ്യാതെ പിന്നെയും ഏകദേശം ജനുവരി പറയുമ്പോൾ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് ആയി. ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട കോഴ്സാണ്. 2.5 വർഷം കഴിഞ്ഞിട്ട് ഒന്നും ആവുന്നില്ല. യൂണിവേഴ്സിറ്റിക്കാരൊന്നും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ അധ്യാപകരെ നടപടി എടുക്കണോ വേണ്ടോ എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. പക്ഷേ തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഇനിയും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അനീതിയാണ്. ഈ അധ്യാപകൻ തന്നെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പറയുന്നത് പോലെ ആവറേജ് ഒക്കെ എടുത്താൽ കുട്ടികൾക്ക് മാർക്കിട്ട് ജയിപ്പിക്കാവുന്നതേ ഉള്ളൂ. കാര്യം വീണ്ടും ആ പരീക്ഷ എഴുതുക, ഇനിയും ഏതോ കാലത്ത് ടച്ച് വിട്ട ടോപ്പിക്ക് പിന്നെയും പഠിച്ചെഴുതുക എന്നൊക്കെ പറയുന്നത് ആ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്നേ പറയാനുള്ളൂ. എന്തായാലും VCയുടെ അടിയന്തര യോഗത്തിൽ എന്തെങ്കിലും തീരുമാനമാകും എന്ന് പ്രതീക്ഷിക്കാം.